ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ ഞാൻ പോയി നിന്ന സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആണ്ട്. അപ്പോൾ ഞങ്ങൾ പൊതുവെ മറന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയാണ് ഓർത്ത് പറഞ്ഞത് ഇന്ന് അവിടുത്തെ അമ്മൂമ്മയുടെ ആണ്ടാണെന്ന്. എന്നാൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു പായസം വെക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഭയങ്കര മൂഷാട്ടത്തിലായിരുന്നു. പിന്നെ അയാൾ അങ്ങോട്ട് പോകുക ചെരുപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും അയാൾക്ക് മനസ്സിലായി അയാൾ അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിൽ അയാൾ ഓക്കെ ആയിട്ടിരുന്നു. അപ്പോഴത്തേക്കിനും അന്ന് ഒരു റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്കിനും അവിടെ റോഡിൽ കൂടെ തന്നെ ഐസ്ക്രീംകാരൻ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാൾക്ക് മണിയടി കേട്ടാൽ മനസ്സിലാവും. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി പോകാനായിട്ട് ഇറങ്ങി. ഞാനും അമ്മയും ചേച്ചിയും കുഞ്ഞാവയും അയ്യപ്പായും എല്ലാമായിട്ടാണ് പോയത്. നമ്മൾ ആദ്യമേ ചന്തയിലോട്ട് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയത്. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, നമ്മുടെ സ്ഥിര സാരഥി മുകേഷൻ്റെ ഹോട്ടലിലാണ് നമ്മൾ പോയത്. അപ്പോൾ ആദ്യമേ തന്നെ ചന്തയിൽ ചെന്നപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു കട അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് നമുക്ക് പായസത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ശർക്കര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ് അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ശർക്കര പായസം വെക്കാനായിട്ടായിരുന്നു തീരുമാനം. കടയിൽ കയറിയപ്പോൾ അയ്യപ്പായുടെ സ്വഭാവം വെളിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനും അമ്മ പായസം ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ പായസമൊക്കെ കുടിച്ച് സരസൂനുള്ളതൊക്കെ എടുത്തിട്ട് രാത്രിയിലാണ് തിരിച്ചു പോയത്. നമ്മുടെ സ്ഥിര സാരഥിയെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറെ ഓട്ടോ വിളിച്ചാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ.